ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തിലെ 10ാമത്തെ അധ്യായം. എന്താണ് പാഠത്തിൻ്റെ പേരെന്ന് അറിയാമോ? അറിയാമല്ലേ? എന്താ? കേരളക്കരയിലൂടെ. ഉറക്കെ പറഞ്ഞേ കൂട്ടുകാരെ, കേരളക്കരയിലൂടെ. നമ്മൾ എവിടെയാ കൂട്ടുകാരെ താമസിക്കുന്നത്? കേരളത്തിലാണല്ലേ? കേരളത്തിൽ പല പല ജില്ലകളിലാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത് അല്ലേ? അതെ. അപ്പം നമുക്കിന്ന് കേരളത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചാലോ? പഠിക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ എല്ലാ പാഠഭാഗങ്ങളും ഞങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റിൽ കൂട്ടുകാർക്ക് പഠിക്കാനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പരീക്ഷയെല്ലാം കഴിഞ്ഞു. മനു വളരെ സന്തോഷത്തിലാണ്. എന്താണ് കൂട്ടുകാരെ? ഇത്തവണത്തെ അവധിക്കാലമായല്ലോ. ഈ അവധിക്കാലത്ത് ഒരു ഉല്ലാസയാത്ര പോകാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലൂടെയാണ് യാത്ര പോകുന്നത്. മനു ആ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ തൻ്റെ ചിത്ര ആൽബം എടുത്ത് നോക്കാറുണ്ടായിരുന്നു. നമുക്ക് മനുവിൻ്റെ ചിത്ര ആൽബം കാണാം കൂട്ടുകാരെ. ദേ കണ്ടോ, ഇതാണ് മനുവിൻ്റെ ആൽബം. ഇത് കണ്ടോ, തേക്കടി. ഇത് കോവളമാണ്. ഇത് ബേക്കൽ കോട്ട. ഇത് ഇടുക്കി ഡാം. ഇതാണ് തുഞ്ചൻ പറമ്പ്. ഇത് ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം. കൂട്ടുകാരെ, കേരളത്തിലെ മനോഹരമായ ചില സ്ഥലങ്ങളാണ് നമ്മളിതാ കണ്ടത്. ഇനിയുമുണ്ട് ഏറെ. ഇത്ര മനോഹരമായ നാട്ടിലാണ് നമ്മൾ പിറന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ? നമ്മൾ താമസിക്കുന്നത് എവിടെയാണ് കൂട്ടുകാരെ? കേരളത്തിലാണ്. കേരളം നമ്മുടെ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് 14 ജില്ലകളാണുള്ളത്. കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരമാണ്. മനുവും കുടുംബവും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അച്ഛൻ കൊണ്ടുവന്ന ഭൂപടത്തിൻ്റെ മുന്നിലിരിക്കുകയാണ് മനു. കേരളത്തിലെ ഓരോ ജില്ലയുടെയും പേരുകൾ അവൻ കുറിച്ചു വെച്ചു. നമുക്ക് അവനെ സഹായിക്കാം. ഇതാണ് അച്ഛൻ മനുവിന് കൊണ്ടുകൊടുത്ത ഭൂപടം. കേരളത്തിൻ്റെ ഭൂപടമാണ്, കണ്ടോ? ഇതിനകത്ത് 14 ജില്ലകളുടെ പേരുകളും എഴുതി വച്ചിട്ടുണ്ട്. ഈ ചുവന്ന ലൈൻ കാണുന്നത് കണ്ടോ കൂട്ടുകാരെ? ഇതാണ് റെയിൽവേ ലൈൻ കേട്ടോ. ഇതുവഴിയാണ് തീവണ്ടി യാത്ര ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൻ്റെ ഭൂപടം നോക്കി 14 ജില്ലകളുടെയും പേരെഴുതാമോ? എഴുതി നോക്കൂ. 1 കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ 14 ജില്ലകളുടെയും പേരെഴുതാൻ മനുവിനെ സഹായിച്ചു. കൂട്ടുകാർ ഈ 14 ജില്ലകളും നന്നായി പഠിച്ചു വെക്കണം കേട്ടോ. കൂട്ടുകാരുടെ ജില്ല ഏതാണ് കൂട്ടുകാരെ? നിങ്ങളുടെ ജില്ലയിലെ എത്ര സ്ഥലങ്ങളുടെ പേരുകൾ കൂട്ടുകാർക്കറിയാം? ഒന്ന് എഴുതി നോക്കിയേ. ഇവയിൽ കൂട്ടുകാർ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മറ്റ് ജില്ലകളിലും ഇതുപോലെ ധാരാളം സ്ഥലങ്ങളുണ്ട്. മനു സന്ദർശിച്ച ഓരോ ജില്ലയെക്കുറിച്ചും അവൻ ചില വിവരങ്ങളൊക്കെ എഴുതി വെച്ചു. നമുക്ക് നോക്കാം. വയനാടിനെ കുറിച്ചാണ് മനു എഴുതിയത്. വയനാട് ജില്ലയെക്കുറിച്ച് മനു എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജില്ല വയനാട്. ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനം ഏതാ? കൽപ്പറ്റ. വയനാട് ജില്ല രൂപീകരിച്ച വർഷം 1980 ജില്ല രൂപീകരിക്കുന്നത് കേട്ടോ. വയനാട് ജില്ലയുടെ കളക്ടർ ഗീതയാണ്. അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. നമ്മുടെ വയനാട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് അറിയാമോ? നമ്മുടെ മനു സന്ദർശിച്ച സ്ഥലങ്ങൾ നോക്കിയേ. എടക്കൽ ഗുഹ, പഴശ്ശി സ്മാരകം, മുത്തങ്ങ വന്യജീവി സങ്കേതം, തിരുനെല്ലി, കുറുവാദ്വീപ്, പൂക്കോട്ട് തടാകം. ഇതുപോലെ കൂട്ടുകാരുടെ ജില്ലയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമോ? ശ്രമിക്കണം കേട്ടോ. ചിത്രവിശേഷം. പ്രകൃതി സുന്ദരമായ നാട്. പ്രകൃതി സുന്ദരമായൊരു നാട്, മധു നിറയും മലയാള നാട്, നമ്മുടെ കൊച്ചു
കൊച്ചു കേരളം, നമ്മുടെ കൊച്ചു കേരളം. യാത്രാവേളയിലെ മനുവും കൂട്ടുകാരും ഒത്തിരി ചിത്രങ്ങൾ പകർത്തി. അവർ പകർത്തിയ ചില ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പേരുകൾ എഴുതാൻ നമുക്ക് മനുവിനെ സഹായിക്കാം. നോക്കിയേ, സിംഹവാലൻ കുരങ്ങ്, ഇത് ഇന്ത്യൻ ആനയാണ്. ഇത് വരയാട്. ഇതേതാ? കടുവ. ഇതെന്താണ് കൂട്ടുകാരെ? തെങ്ങാണ്. ഇതോ കണിക്കൊന്ന. ഇത് മലമുഴക്കി വേഴാമ്പൽ തന്നിട്ടുണ്ട്. ഇതാണ് കൊക്ക്, നമുക്കറിയാം അല്ലേ? ഇത് കരിമീനാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ ചിത്രങ്ങളിൽ ചിലത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടയാളങ്ങളാണ്. അത് നമുക്കറിയാം അല്ലേ? അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. നമ്മുടെ സംസ്ഥാന മൃഗം ഏതാണ് കൂട്ടുകാരെ? ഇന്ത്യൻ ആന. നമ്മുടെ സംസ്ഥാന പക്ഷിയോ? മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. നമ്മുടെ സംസ്ഥാന പുഷ്പമോ? കണിക്കൊന്ന. നമ്മുടെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ മുകളിൽ കണ്ടു അല്ലേ? അതൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ജിക്സോ ഉണ്ടാക്കാം, കളിക്കാം. എങ്ങനെയാ ജിക്സോ ഉണ്ടാക്കുന്നത്? ജിക്സോ വെച്ച് കളിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ഉണ്ടല്ലേ? നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ ഒരു ജിക്സോ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എങ്ങനെയാ ഉണ്ടാക്കുക? ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? കേരളം ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ സംസ്ഥാനങ്ങൾ എടുക്കണം. എന്നിട്ട് അവയെ ചേർത്ത് വെച്ച് കേരളത്തിൻ്റെ മാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. നമ്മുടെ ജിക്സോ റെഡിയായി. പിറന്നാൾ മധുരം. തൻ്റെ പിറന്നാൾ മൂന്നാറിൽ വെച്ച് ആഘോഷിക്കാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു നമ്മുടെ മനു. പിറന്നാൾ സമ്മാനമായി അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ അച്ഛൻ വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് അവൻ തൻ്റെ ക്ലാസ്സിലെ ബാബുവിനെ കുറിച്ച് ഓർത്തത്. അയ്യോ, പാവം ബാബു. അവനെ പഠന ഉപകരണങ്ങൾ പോലും വാങ്ങാൻ കഴിയില്ല. പാവമാണവൻ. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു ജോഡി വസ്ത്രം കൂടി വേണം. അവൻ അച്ഛനോട് കാര്യമെല്ലാം പറഞ്ഞു. മകൻ്റെ താല്പര്യത്തിൽ അച്ഛന് ഒത്തിരി സന്തോഷം തോന്നി. അച്ഛൻ ഒരു ജോഡി വസ്ത്രങ്ങൾ കൂടെ വാങ്ങിച്ചു കൊടുത്തു. എത്രയും വേഗം ബാബുവിൻ്റെ വീട്ടിലെത്തണം. തൻ്റെ സമ്മാനം പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുക്കണം. ഇത് മാത്രമായിരുന്നു മനുവിൻ്റെ ചിന്ത. ബാബുവിനെ പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി കൂട്ടുകാർ നമുക്ക് ചുറ്റുമില്ലേ? അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയില്ലേ? നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ. നമ്മൾ ഇനിയൊരു ദേശീയ ഉദ്യാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇരവിക്കുളം. ഇടുക്കി ജില്ലയിലാണ് ഇരവിക്കുളം ദേശീയ ഉദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെയാണ് കേട്ടോ. ഒട്ടേറെ നദികൾ ഉത്ഭവിക്കുന്നതും ഈ ദേശീയ ഉദ്യാനത്തിൽ നിന്ന് തന്നെയാണ്. ഇതിനകത്ത് രാജമല വിനോദസഞ്ചാര മേഖലയാണ്. ഇവിടെ മാത്രമേ സന്ദർശകരെ പ്രവേശിപ്പിക്കാറുള്ളൂ. ഈ ഉദ്യാനത്തിനകത്ത് ധാരാളം ജീവികളും ഇവിടെ ഉണ്ട് കേട്ടോ. കൂട്ടുകാരുടെ പിറന്നാൾ എന്നാണ്? ഇവിടെ എഴുതി വെക്കണം കേട്ടോ. കൂട്ടുകാരുടെ വിദ്യാലയത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെ പിറന്നാൾ എന്നാണെന്ന് അറിയാമോ? അറിയാം. എൻ്റെ കേരളം പിറന്നത് 1956 നവംബർ 1 കേട്ടോ. ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനമാണ് കേരളം. എല്ലാ വർഷവും നവംബർ 1 നമ്മൾ കേരളപ്പിറവി ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ കേരളത്തിൻ്റെ പിറന്നാളും നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ. കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് കൂട്ടുകാരെ? വിദ്യാലയമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും അല്ലേ? അവിടെയെല്ലാം നമ്മൾ പരിസരം എല്ലാം വൃത്തിയായിട്ട് വയ്ക്കും. പിന്നെ പല പല പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ടല്ലേ. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഇപ്പോൾ മനുവും കുടുംബവും ഉള്ളത്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണവർ. അടുത്ത ദിവസം തന്നെ അവൻ തൻ്റെ ജില്ലയായ കാസർഗോഡേക്ക് തിരിച്ചു പോകുന്നത് തീവണ്ടിയിലാണ്. തീവണ്ടി യാത്ര മനുവിന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി പോകുന്ന തീവണ്ടിയിലാണ് അവർ കാസർഗോഡ് എത്തിയത്. ഏതെല്ലാം ജില്ലകളിലൂടെ ആയിരിക്കും കാസർഗോഡ് എത്തിയിട്ടുണ്ടാവുക? തീവണ്ടി കടന്നു പോകാത്ത ജില്ലകളുണ്ടോ? അവ ഏതൊക്കെയായിരിക്കാം? ഇതൊക്കെ കൂട്ടുകാർ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം കേട്ടോ. സുന്ദര കേരളം. കതിരണിഞ്ഞ നെൽവയലുകൾ, ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, കുണുങ്ങിയൊഴുകുന്ന നദികൾ, തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ, പൂവുകൾ, പൂമ്പാറ്റകൾ, മയിലുകൾ, മാൻകൂട്ടങ്ങൾ, മനോഹരമായ എത്ര കാഴ്ചകൾ.
ഇവയെല്ലാം എൻ്റെ കൊച്ചു കേരളത്തിന് സ്വന്തം. എൻ്റെ കേരളം എത്ര സുന്ദരമാണ്. മഹത്തായ നമ്മുടെ കേരള നാടിനെ കൂടുതൽ കൂടുതൽ നമുക്ക് അടുത്തറിയാം കേട്ടോ. മങ്ങാതെ മറയാതെ നിൽക്കട്ടെ കേരളത്തിൻ്റെ സുന്ദര കാഴ്ചകൾ. നമുക്കും നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 10ാമത്തെ അധ്യായം പഠിച്ചു. കേരളത്തെക്കുറിച്ച്, നമ്മുടെ സുന്ദരമായ നാടിനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ വിലയിരുത്താം തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? കേരളം വളരെ മനോഹരമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കേരളത്തിൽ 14 ജില്ലകളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ജില്ലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അതെ. വിലയിരുത്താം. 1ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ എ കണ്ണൂർ, മലപ്പുറം. ബി തിരുവനന്തപുരം, കോഴിക്കോട്. സി വയനാട്, ഇടുക്കി. ഡി ആലപ്പുഴ, തൃശ്ശൂർ. ഏതാണ് കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ സി വയനാട്, ഇടുക്കി. ഇവയാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ. 2ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായവ കണ്ടെത്തി വട്ടം വരയ്ക്കുക. ഓപ്ഷൻസ് വായിക്കട്ടെ, ഉത്തരം പറയുമോ? പാമ്പ്, മലമുഴക്കി വേഴാമ്പൽ, ആമ, ആന, എരുമ, തെറ്റിപ്പൂവ്, സ്രാവ്, കരിമീൻ, തെങ്ങ്, ആല്, കണിക്കൊന്ന. ഏതൊക്കെയാണ്? അതെ, മലമുഴക്കി വേഴാമ്പൽ, ആന, കരിമീൻ, തെങ്ങ്, കണിക്കൊന്ന. ഇവയൊക്കെയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ. മലമുഴക്കി വേഴാമ്പൽ പക്ഷിയാണ്. ആന എന്താണ്? മൃഗമാണ്. കരിമീൻ മീനാണ്, അല്ലെങ്കിൽ മത്സ്യം. ഔദ്യോഗിക മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ കരിമീനാണ്. ഔദ്യോഗിക വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. ഔദ്യോഗിക പുഷ്പം ഏതെന്ന് ചോദിച്ചാൽ കണിക്കൊന്നയാണ് കേട്ടോ. 3ാമത്തെ ചോദ്യം, നിങ്ങളും കുടുംബവും കോഴിക്കോട്ട് നിന്ന് എറണാകുളം വരെ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കടന്നു പോകുന്ന ജില്ലകളുടെ ക്രമം ഏതാണ്? എഴുതി നോക്കാം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൂട്ടുകാർ വായിച്ചു നോക്കിയേ. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? അതെ, ഓപ്ഷൻ സി കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇനി തുടർ പ്രവർത്തനങ്ങൾ നോക്കൂ കൂട്ടുകാരെ. 1ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭൂപടം പകർത്തി ജില്ലകളുടെ പേരെഴുതുക. ഇത് നമ്മൾ പാഠം പഠിച്ചപ്പോൾ പറഞ്ഞു പോയതാണല്ലേ. കേരളത്തിൻ്റെ ഭൂപടം വരച്ചോളൂ. വരച്ചതിന് ശേഷം ജില്ലകളുടെ പേരെഴുതണം കേട്ടോ. 14 ജില്ലകളുണ്ട്. എഴുതുമല്ലോ? എഴുതണം. 2ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷിയോ? മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന മത്സ്യമോ? കരിമീൻ. നമ്മുടെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന വൃക്ഷമോ? തെങ്ങ്. 3ാമത്തെ ചോദ്യം, കേരളത്തെക്കുറിച്ച് താഴെ കാണുന്ന വിവരങ്ങൾ പൂർത്തിയാക്കാം. ജില്ലകളുടെ എണ്ണം എത്രയാണ്? 14. തലസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? തിരുവനന്തപുരം. കേരള പിറവി എന്നാണെന്ന് അറിയാമോ? 1956 നവംബർ 1. നമ്മുടെ ഭാഷയോ? മലയാളം. എൻ്റെ ജില്ല ഏതാ? കൂട്ടുകാരുടെ ജില്ല എഴുതണം കേട്ടോ. തിരുവനന്തപുരം. എൻ്റെ അയൽ ജില്ല ഏതാണ്? കൊല്ലം, പത്തനംതിട്ട. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 10ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാർക്ക് പാഠമൊക്കെ നന്നായി മനസ്സിലായോ? ചോദ്യോത്തരങ്ങൾ മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.